സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രം വെക്കേണ്ട താമസമുള്ളൂ, പിന്നെ അത് കാലിയാവുന്നതേ അറിയുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റായ ഹോം മെയ്ഡ് ചീറ്റോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റവ വറുക്കാത്ത റവയാണ്, വറുത്തതായാലും കുഴപ്പമില്ല. ഇനി ഒഴിച്ചിരിക്കുന്ന വെള്ളം ഈ റവ നല്ലോണം വലിച്ചെടുക്കുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വലിച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 10 നിമിഷം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലോണം അബ്സോർവ് ചെയ്ത് ഈ റവ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് 10 നിമിഷമായിട്ടുണ്ട് മൂടി വെച്ചിട്ട്. ഇനി ഇത് തുറക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നല്ല ചൂടായിരിക്കും. ഇപ്പോൾ ചൂടൊന്ന് ആറട്ടെ. ചൂടാറുമ്പോൾ നമുക്കിത് കയ്യിലിത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് നല്ലോണം ഒന്ന് കുഴയ്ക്കാം. ഇതിപ്പോൾ കുഴച്ചിട്ട് നല്ല മയത്തിലായിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. എത്രയും ചെറുതാക്കി എടുക്കാൻ പറ്റുന്നു അത്രയും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉരുട്ടാൻ പറ്റും. കുറച്ച് ഓയിലോ നെയ്യ് എന്തെങ്കിലും കയ്യിൽ ഉരുട്ടിയാൽ മതി. അതിലിട്ടിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വറുക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പം നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തീ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, അപ്പോൾ പൊട്ടിപ്പോകും. ഒരു നിമിഷം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 നിമിഷം കൊണ്ട് നമുക്കിത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഈ സമയത്ത് നമുക്ക് വറുത്ത് കോരി മാറ്റിയെടുത്ത് വയ്ക്കാം. അങ്ങനെ അല്ലാതെ ഞാനിങ്ങനെ വറുത്ത് കോരി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് കിലുകില ശബ്ദം കേൾക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ മസാലകളും ചേർത്ത് ഒന്ന് കുലുക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മസാലകളൊക്കെ ഈ ചീറ്റോസിൻ്റെ മേലെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അത്രേ ഉള്ള പരിപാടി. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ചീറ്റോസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സോസും ഉണ്ടെങ്കിൽ ഗംഭീര ടേസ്റ്റാണ്. തീർച്ചയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.